ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 10-ാം സ്കന്ധം 83-ാം അധ്യായം. ഭഗവത് പത്നിമാരുമായി ദ്രൗപദിയുടെ സംഭാഷണം. ശ്രീശുകൻ പറഞ്ഞു, ഗോപ്യനുഗ്രഹമേവം ചെയ്ത് അജഗദ്ഗുരുവാം ഹരി ധർമ്മജാതികളോടന്വേഷിച്ചു തൽക്ഷേമവാർത്തകൾ. ആ മഹാപ്രഭുവിൻ സാദരോക്തി കേട്ട് ഉരുഹൃഷ്ടരായി ചൊന്നാർ. തദ്ദർശനത്താൽ താൻ ഹതാംഹസ്സുകളാമവർ. വല്ലപ്പോഴും ഭക്തമുഖത്തിൽ നിന്നു നിർഗളിച്ചിടും ത്വച്ചരണാംബുജാസവം കാതാൽ നുകർന്ന് അജ്ഞത തീർന്ന ദേഹഭ്രജനത്തിനെമ്മട്ടൊരമംഗളം വരും. ആത്മപ്രഭാവ ധുതമാത്മകൃതത്ര്യവസ്ഥാരൂപം ധരിച്ചൊരഖിലേശ്വര ബോധരൂപ കാലപ്രണഷ്ട നിഗമാവനജാഗരൂക മായാസ്വരൂപ പരഹംസ നമോ നമസ്തേ. ശ്രീശുകൻ പറഞ്ഞു, ജനങ്ങളേവം പുരുഷോത്തമൻ മുകുന്ദനെ സ്തുതിക്കേ കുരുവൃഷ്ണി നാരിമാർ ഒരേടമൊന്നിച്ചു പുകഴ്ത്തി വിശ്വവിശ്രുതം തദീയം ചരിതം ശ്രവിക്ക നീ. ദ്രൗപദി പറഞ്ഞു, കൃഷ്ണഭഗ്നികളെ, ഭൈഷ്മീ ഭദ്രേ കാളിന്ദി ലക്ഷ്മണേ, സത്യഭാമേ ജാംബവതി ശൈബ്യേ രോഹിണി കൗസലേ, ലോകരീതിക്കേതുമട്ടിൽ ആ മായാരൂപനാം ഹരി നിങ്ങളോരോരുത്തരെയും വേട്ടത് എന്നെന്നോടോതുവിൻ. രുക്മിണി പറഞ്ഞു, ചൈദ്യന്നു നൽകുവതിനായി നൃപർ വില്ലുമേന്തി നിൽക്കേ മൃഗേന്ദ്രനജമധ്യഗമാം സ്വഭാഗം കൈക്കൊണ്ടിടുന്ന വിധം എന്നെ ഹരിച്ച ലക്ഷ്മീകാന്തൻ്റെ വന്ധ്യചരണം പരമാശ്രയം മേ. സത്യഭാമ പറഞ്ഞു, അച്ഛൻ സ്വസോദരവധത്തിൽ മനസ്സു നീറി നാട്ടിൽ പരത്തിയൊരപശ്രുതി പോക്കുവാനായി ആ ജാംബവാനോടടർ ചെയ്തു ഹരിച്ചു രത്നമച്ഛന്നു നൽകി ഹരി അങ്ങനെ വേട്ടി തന്നെ. ജാംബവതി പറഞ്ഞു, തൻ ദൈവമാ രഘുവരൻ ഹരിയെന്നു കാണാതച്ഛൻ നടത്തി 27 നാളും വൻപോർ. ഒടുക്കമഥ സത്യമറിഞ്ഞു കാൽക്കലർപ്പിച്ചിതെന്നെ മണിയൊത്ത് അധദാസി ഞാൻ. കാളിന്തി പറഞ്ഞു, തപസ്സു ചെയ്തേൻ തത്പാദസേവനാകാംക്ഷ കൊണ്ടു ഞാൻ പാർത്ഥനൊപ്പം വന്നു വേട്ടാനിദ്ദാസിയെ അവൻ തഥാ. മിത്രവിന്ദ പറഞ്ഞു, വേളിക്കു വന്ന നൃപരെയും എതിർത്ത സോദരന്മാരെയും ഛടിതിവെന്നിവളെ സ്വഗേഹം സിംഹം സ്വമധ്യഗതമാമ്പലി പോൽ നയിച്ചൊരീശൻ്റെ കാൽ കഴുകുവാൻ കഴിയണമെന്നും. സത്യ പറഞ്ഞു, ഭൂപാലവീര്യമറിയാൻ പിതൃകൽപ്പിതം ദുർവാരോഗ്ര വീര്യമതരാം വൃഷമേഴിനെയും ആട്ടിൻകിടാങ്ങളെ ഒരർഭകനെന്ന പോലാർ ബന്ധിച്ചു വാതിൽ വിജയിച്ചു വരിച്ചി തന്നെ. ആട്ടിൻകിടാങ്ങളെ ഒരർഭകനെന്ന പോൽ ആർ ബന്ധിച്ചു വാതിൽ വിജയിച്ചു വരിച്ചി തന്നെ. സൈന്യങ്ങളും ദാസികളുമൊത്തെന്നെ കൊണ്ടുപോരവേ എതിർത്ത രാജാക്കളെ ആർവെന്നതദ്ദേവനൻ പ്രഭു. ഭദ്ര പറഞ്ഞു, ആളയച്ചു വരുത്തിയിട്ടിമ്മാതുലേയെന്നു നൽകിനാൻ താതൻ തച്ചിത്തയാമെന്നെ ദാസദാസീ സമന്വിതം. ഭവത്തിൽ നീന്തുവോർക്കേതാൻ ജനിദുഃഖമടങ്ങുമോ ആ കൃഷ്ണപാദസംഗം മേ വരണേ ജന്മജന്മനി. ലക്ഷ്മണ പറഞ്ഞു, പലപ്പോഴും നാരദരോധി അച്യുതൻ തൻ ജന്മകർമാദികളെ ശ്രവിക്കയാൽ അനന്യചിന്താവരയായി വരിച്ചു ഞാൻ മുകുന്ദനെ ശ്രീപതി എന്നറിഞ്ഞുമേ. പുത്രീ വത്സലനെന്നച്ഛൻ ബൃഹത്സേനാഭിധൻ സതി എന്നിച്ഛയെന്തെന്നറിഞ്ഞു കണ്ടെത്തിയൊരു പോം വഴി
പാർത്ഥപ്രീതിക്കു നിൻ വേളിക്കെന്ന മറ്റൊരു മീനിനെ കൽപ്പിച്ചു താതൻ ഇതിനെ നീരിലേ കാൺമതായി വരൂ. ഈ വാർത്ത കേട്ടു ശസ്ത്രാസ്ത്രവിജ്ഞരൊട്ടേറെ മന്നവർ ഉപാധ്യായരുമായി വന്നു നിറഞ്ഞാർ രാജധാനിയിൽ. വയോവീര്യാദ്യനുസൃതം പിതൃപൂജിതരാമവർമ്മ ചിത്തരായേന്തി വില്ലുമമ്പും ലക്ഷ്യം മുറിക്കുവാൻ. ഞാൻ കെട്ടാൻ കഴിയാതെ താൻ നൃപന്മാർ പിന്തിരിക്കവേ വക്കോളമെത്തിച്ച് അടിയേറ്റേതാൻ പേർ വീണു ഭൂമിയിൽ. ഭീമൻ, ദുര്യോധനൻ, കർണൻ, ചൈദ്യമാഗധ മുഖ്യരും ഞാൻ കെട്ടിയെങ്കിലും ലക്ഷ്യം കാണാഞ്ഞത്ര നിരാശരായി. നിഴൽ നോക്കി സ്ഥാനമറിഞ്ഞെയ്ത പാർത്ഥശരത്തിനും ലക്ഷ്യം സ്പർശിക്കുവാനല്ലാതായില്ല അതു മുറിക്കുവാൻ. ഏവം നിരാശരായി ഭൂപമാനിമാർ പിന്മടങ്ങവേ ഭഗവാൻ വില്ലെടുത്താശു ഞാൻ മുറുക്കി അതിൽ ശരം ചേർത്തു. നീരിൽ ഛായയൊന്നു നോക്കി ലക്ഷ്യമൊരമ്പിനാൽ മുറിച്ചു വീഴ്ത്തി. അഭിജിത്തിങ്കൽ സൂര്യൻ ചരിക്കവേ മുഴങ്ങി ജയശബ്ദങ്ങൾ മഞ്ഞിൽ പറകൾ വിണ്ണിലും. ഹർഷവിഹ്വലരായി വിണ്ണോർ തൂകിനാർ പുഷ്പവൃഷ്ടിയും. നൽപട്ടുപൂന്തുകിലണിഞ്ഞത പൊന്നലുക്കുഞ്ഞാലും മനോജ്ഞമണിമാല കരത്തിലെന്തി. ലജ്ജാസ്മിതം മുടിയിൽ മാല ചിലമ്പൊലിച്ചാർത്തേവം സദസ്സിലവൾ ചെന്നിതു മന്ദമന്ദം. പൊൻകുണ്ടലങ്ങൾ കുനുവാർച്ചുരുൾ കൂന്തലും ചെമ്മേറ്റുന്ന പൂങ്കവിളഴും മുഖമൊന്നുയർത്തി. പ്രേമസ്മിതാർദ്രമിഴിയാലധ ചുറ്റുമീക്ഷിച്ചമ്മാലയിട്ടു ഹരിതൻ തിരുമാറിൽ ഈ ഞാൻ. തൽക്ഷണം പടഹം, ശംഖം, മൃദംഗം, ഭേരി എന്നിവ മുഴങ്ങി. പാട്ടുകാർ പാടി നൃത്തം വച്ചാർ നടീനടർ. ഏവം ശ്രീഹരിയെത്തത്ര വരിച്ചപ്പോൾ സ്മരാതുരർ. അസൂയാലുക്കൾ ഭൂപന്മാർ പൊറുത്തില്ലതു ഭാമിനി. അശ്വരത്നങ്ങൾ നാലാളും തേരിലെന്നെ ചതുർഭുജൻ കയറ്റി. ശാർഗമാം വില്ലുമെന്തി പോരിന്നു സജ്ജനായി. മാൻകൂട്ടത്തെ സിംഹമെന്ന വണ്ണം അഭൂമി പാലരെ ഗണിക്കാതെ പൊന്മണിത്തേരോടിച്ചാനഥ ദാരുകൻ. വഴിമധ്യേ ശ്രീഹരിയെ തടുക്കാൻ നൃപരിൽ ചിലർ പാഞ്ഞാർ. സിംഹത്തിൻ്റെ പിമ്പേ നായ്ക്കൾ പോൽ വില്ലുമായി തഥാ. കൈകാൽ കഴുത്തും അശാർഗമുതിർത്ത ശരമാരിയാൽ മുറിഞ്ഞു വീണാരേതാൻ പേർ. ചിലർ പോർ വിട്ടുമണ്ടിനാർ. അനന്തരം യദുപതി വാനിടം മറച്ചിടുന്ന തൻ ധ്വജപടതോരണാദിയാൽ അലങ്കൃതം സുരനുതമാത്മമന്ദിരം സ്വമണ്ഡലം ദ്യുമണി കണക്കണഞ്ഞുതേ. എന്നച്ഛൻ സൽക്കരിച്ചാൻ തൽ സുഹൃത് ബന്ധുജനങ്ങളെ വിശിഷ്ട വസ്ത്രഭൂഷാശയ്യാസനാദികളാൽ മുതാ. തേരശ്വമാനകാലാൾ സൈന്യത്തെയും ദാസിമാരെയും നൽകി ഭക്ത്യാ. ഹരിക്ക് ആയുധങ്ങളും ബഹുവിത്തവും ഞങ്ങൾ സർവം ത്യജിച്ചേവം തത്പൂജാദികൾ ചെയ്യുകയാൽ ആത്മാരാമൻ ശ്രീഹരിതൻ ഗൃഹദാസികളായി ശുഭേ. മഹിഷികൾ പറഞ്ഞു, ആ ദിഗ്ജയത്തിൽ നരകാസുരനാൽ നിരുദ്ധമാരായി രമേശപദമൂർത്തി വരങ്ങു വാഴുകേ. പോർ ചെയ്തു ഭൗമനെ ഹനിച്ചു നൃപാലകന്യമാരായ ഞങ്ങളെ വരിച്ചിതവൻ പ്രപൂർണൻ. വേണ്ട ഞങ്ങൾക്കു സാമ്രാജ്യം ഇന്ദ്രപട്ടവും അവിധം വിരാട്പദം ബ്രഹ്മപദം വൈകുണ്ഠമഥമോക്ഷവും കാക്ഷിപ്പൂ ഞങ്ങൾ. ആ ലക്ഷ്മീ കുജകുങ്കുമസുന്ദരം ശ്രീമത്താം തത്പാദധൂളി മൂർധാവിലണിയാൻ സദാ. ഗോക്കളും പുൽച്ചെടികളും ഗോപഗോപീജനങ്ങളും പുളിന്തികളും അഗോപപാദസ്പർശം കൊതിക്കയാം. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 83-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ ഹരേ നാരായണ.